ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. ഇനിയിപ്പോ നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കുവാണ്. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് 11ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് GR ഇന്ദുഗോപൻസ് നോവൽ ആനോ ആൻഡ് ഇറ്റ്സ് ഹിസ്റ്ററിക്കൽ കണ്ടെക്സ്റ്റ്. ആനോ എന്ന് പറയുന്ന നോവല് നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാമായിരുന്നു. ആനോയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആനോയ്ക്ക് അവാർഡും മറ്റു കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ആനോ പ്രസിദ്ധീകരിച്ചു വന്നത് മാതൃഭൂമിയില് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചൊരു കൃതിയായിരുന്നു ആനോ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ന്യൂസിലൂടെയോ പേപ്പറിലൂടെയോ പോയാൽ മാത്രം നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ നോവൽ ആനോ depicts the 16th century journey of a white albino elephant and its mahout from Kochi to Rome. And the second statement is the novel exploring Kerala's historical transoceanic connections with Renaissance Europe. And the third statement is this critically acclaimed work, which broadens the geographical scope of Kerala through its narrative, was honored with the കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025. ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ കറക്റ്റ് ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റുകളെല്ലാം കറക്റ്റ് ആണ്. ഫാക്ച്വലി നോൺ അല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഒരൊറ്റ കാര്യം ഞാനിപ്പോ പറയാം. ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ആനോ ഡെപിക്സ് 16th സെഞ്ചുറി ജേർണി ഓഫ് എ വൈറ്റ് ആൽബിനോ. വർഷം അല്ലെങ്കിൽ ഏതാണ് കാലഘട്ടം എന്ന് എടുത്തു പറയുന്നുണ്ട്, 16th സെഞ്ചുറി. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, കേരളാസ് ഹിസ്റ്ററിക്കൽ ട്രാൻസ് ഓഷ്യാനിക് കണക്ഷൻസ് വിത്ത് ദ റിനൈസൻസ് ഓഫ് യൂറോപ്പ്. റിനൈസൻസ് ഓഫ് യൂറോപ്പ് നടന്നിരിക്കുന്ന സമയം, കാലഘട്ടം ഏത് വർഷമാണ്? നമ്മൾ പഠിച്ചിട്ടല്ലേ, കുറച്ചെങ്കിലും ഒക്കെ പഠിച്ചിട്ടല്ലേ നമ്മൾ ഈ എക്സാം എഴുതാൻ പോവുക. റിനൈസൻസ് യൂറോപ്പിന്റെ അതേ കാലഘട്ടം ആണ് ഈ നോവൽ നടക്കുന്ന കാലഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം മനസ്സിലായി കഴിയുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇന്റർലിങ്ക്ഡ് ആവുകയും ഈ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെന്ന് നമുക്ക് എഴുതാൻ തോന്നുകയും വേണം. അങ്ങനെ വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഈ വാർത്തകൾ ന്യൂസിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് ആനോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണെന്ന് എഴുതാം. ആൻഡ് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ, ഓൾ ഓഫ് ദ എബോ അല്ലെ. ഓപ്ഷൻ ഡി. ഓക്കെ. അതുപോലെ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വായിച്ചു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലെജൻഡറി മലയാളം പോയറ്റ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, Kunjan Nambyar, the 18th century architect of Tullal art form, is celebrated as the people's poet for integrating sharp social criticism with humor in his compositions. നമ്മൾ മലയാളത്തിൽ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആർക്കിടെക്റ്റ് ആണ്. പുള്ളി എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്? ഒരു ജനകീയ കവിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇന്റഗ്രേറ്റിംഗ് സോഷ്യൽ ക്രിറ്റിസിസം, സാമൂഹിക വിമർശനത്തെ ആക്ഷേപഹാസ്യ രൂപേണ അല്ലെങ്കിൽ ഹാസ്യ രൂപേണ ആരവതരിപ്പിച്ചിരുന്നു? കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണെന്ന് നമ്മൾ ഏകദേശം ഒരുവിധം എല്ലാ വ്യക്തികൾക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പൊ അതിൽ ലോജിക്കലി ഒന്നും നിങ്ങൾ അറൈവ് ചെയ്യാൻ നിൽക്കേണ്ട, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി പി ഗോവിന്ദപിള്ളൈ, ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി ഓഫ് മലയാളം നോക്കിക്കോളെ. സ്റ്റേറ്റ്മെന്റിന്റെ ഒരു രൂപരേഖ നോക്കിക്കോളെ. അവിടെ കുറച്ച് കൃത്യമായിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്. പുള്ളിയുടെ പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പുള്ളി ആരാണ്? ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി ഓഫ് മലയാളം വാസ് ദ ഫസ്റ്റ് ടു കാറ്റലോഗ്. പുള്ളി വീണ്ടും ഒരു വളരെ റെഗുലർ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ടേം പറയുന്നുണ്ട്. ഫസ്റ്റ് ടു കാറ്റലോഗ് നമ്പ്യാർസ് വർക്ക്, ഐഡന്റിഫൈങ് exactly 60 composition in his initial list.
സോ നോക്കി ആ സ്റ്റേറ്റ്മെന്റ് രൂപരേഖ നോക്കി, എല്ലാം വളരെ എക്സാക്ട് ആയിട്ടാ, കൃത്യമായിട്ട് പേര്, 60 കോമ്പോസിഷൻസ് ഉണ്ട്. അത് ഒരു എഴുതി എഴുതി വെക്കപ്പെട്ട ഒരു വാക്യം പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതോ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മള് ഹിസ്റ്ററിക്കലി കൃത്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ട് വെച്ചൊരു വാക്യം പോലെ ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് ഏകദേശം ശരിയാണെന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ നമ്പർ ഓഫ് വർക്ക്സ് attributed to Nambyar expanded over time through various publications, including the inclusion of Sundobhakyam, founded by Sahitya Panjanam. സുന്ദോപാഖ്യാനം എന്നാണ് ഞാൻ വായിച്ചതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. സുന്ദോപാഖ്യാനം. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെ നിന്നാ മനസ്സിലാവുക? ദ നമ്പർ ഓഫ് വർക്ക്സ് അട്രിബ്യൂട്ടഡ് ടു നമ്പ്യാർ, ആ ഭാഗം നോക്കണം. എക്സ്പാൻഡഡ് ഓവർ ടൈം ത്രൂ various publications. Expanded over time through various publications. It can happen to any writers. അല്ലേ? ഇത് ഏതൊരു റൈറ്ററിനും ഹാപ്പൻ ചെയ്യാവുന്ന ഒരു വളരെ ജേർണലിസ്റ്റിക് ആയിട്ടൊരു കാര്യമാണ്. ശരിയായിരിക്കാം. ആൻഡ് ഇൻക്ലൂഡിംഗ് ദ ഇൻക്ലൂഷൻ ഓഫ് സുന്ദോപാഖ്യാനം ഫൗണ്ടഡ് ബൈ സാഹിത്യ പഞ്ചാനൻ. അതില് ഒരു പുസ്തകമാണ് ഇത് എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു അത്രയും ഫേമസ് ആയിരുന്ന ഒരു കവിയുടെ ഏതെങ്കിലും ഒരു പുസ്തകങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് അന്നത്തെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാഹിത്യ പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സാഹിത്യ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു എല്ലാ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലും അതിന് ശേഷവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ? കണ്ടെടുക്കപ്പോഴും വരാൻ, അങ്ങനെ പല രീതിയിലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു വളരെ ജേർണലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതും ശരിയാണ്. അങ്ങനെ ഇവിടെയും ആൻസർ ചെയ്ത് തന്നെ വരും. ആൻസർ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഈ രണ്ട് ക്വസ്റ്റ്യനും എങ്ങനെ അറൈവ് ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പഠിക്കണം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പോയറ്റ് ടി ഉബൈദ്? ഇവിടെ നമുക്ക് ലോജിക്കലി എങ്ങനെ അറൈവ് ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ടി ഉബൈദിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയണം. ടി ഉബൈദ് ഏത് കാലത്ത് ജീവിച്ചിരുന്ന ആളാണെന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ ടി ഉബൈദ് എങ്ങനെയാണ് ആ വ്യക്തി ഫേമസ് ആയതെന്നോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയാം ടി ഉബൈദിനെ കുറിച്ച്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പം ടി ഉബൈദ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18-ാം നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ടി ഉബൈദ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാലഘടനയെങ്കിലും നമുക്ക് ആ വ്യക്തിയെ കുറിച്ചൊന്ന് അറിയണം. അപ്പം ഇതിലിപ്പം പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിടവാങ്ങൽ വാസ് ദ ഫസ്റ്റ് പ്രസന്റഡ് അറ്റ് ദ സാഹിത്യ പരിഷത്ത് കോൺഫറൻസ് ഹെൽഡ് ഇൻ കാസർഗോഡ് ഇൻ ദ ഇയർ ഓഫ് 1908. അല്ലെ? 1908 എന്ന വർഷമാണ് അവിടെ എടുത്തു പറയുന്ന വർഷം. ഈ 1908 ഒരു പ്രശ്നം എന്താണ്? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, പുള്ളി 1900-കളിൽ ജീവിച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ 1900-ലാണ് പുള്ളിയുടെ ജനനം സംഭവിച്ചത്. ഈ ഒരു ദശാബ്ദ കാലത്തിനകത്ത് 1900 മുതൽ, എനിക്കും കൃത്യമായിട്ടുള്ള വർഷം ഞാനും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല, 1900 മുതൽ 1910 പുള്ളിയുടെ ജനനം സംഭവിച്ചത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു കാര്യം. എക്സാക്ട്ലി പറയുവാണെങ്കിൽ 1908 പുള്ളി ജനിച്ചിരിക്കുന്നത്. 1908 ജനിച്ച ഒരു വ്യക്തി ഒരിക്കലും 1908 തന്നെ എന്ത് ചെയ്യില്ല, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കില്ല. ആ ഒരു കാലഗണന നമുക്കൊന്ന് അറിയാന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് പറയാം, തെറ്റായിട്ട് പറയാം. പിന്നെ അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റും പുള്ളിയെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. പുള്ളി എന്താണ്, 2 ലിറ്ററേച്ചറിലും എഴുതിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് മലയാളം ലിറ്ററേച്ചർ പ്രൈമറി മീഡിയം ആയിട്ട് പുള്ളി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. വിടവാങ്ങൽ എന്ന് പറയുന്ന ആ പോയത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു സിംബോളിക് ഫെയർവെൽ ആവാൻ സാധ്യതയുള്ള ഒരു പേരാണ്. അപ്പം ആ രണ്ട് കാര്യങ്ങളും നമുക്ക് വളരെ കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൻസറിൽ നമ്മൾ അറിവാവുന്നുണ്ട്.
കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെയും ശരിയാണെന്ന് പറയുന്നുണ്ട്, ഈ സിയിൽ ശരിയാണെന്ന് പറയുന്നുണ്ട്, ഡിയിൽ ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു ആൻസർ എഴുതാനായിട്ട് നമ്മൾ അറിയേണ്ട ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഈ ക്വസ്റ്റിനെ വേറെ രീതിയിൽ നമുക്ക്, ഇതിപ്പോ ഞാൻ അങ്ങനെ ജസ്റ്റ് കൃത്യം പറഞ്ഞു പോയതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ സമീപിക്കാം? ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പോയറ്റ് ടി ഉബൈദ്? ടി ഉബൈദിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിക്ക് ഇതിൽ ഉത്തരം എഴുതാൻ പറ്റില്ല. ടി ഉബൈദിനെ കുറിച്ച് ഞാൻ എവിടെയെങ്കിയോ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ താഴോട്ട് വരുവാണ്. എനിക്ക് ഏതൊക്കെ ഓപ്ഷൻസിലേക്ക് ഫസ്റ്റ് ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൺഫ്യൂസ് ആയി അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഓപ്ഷൻസിലേക്ക് വന്നു. ഓപ്ഷൻ വരുന്നപ്പോൾ ഞാൻ നോക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ 1 and 2, സെക്കൻഡ് ഓപ്ഷൻ 1 and 3, തേർഡ് ഓപ്ഷൻ 2 and 3, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ്, അതായത് 1, 2 and 3. അപ്പൊ ഇതിന്റെ അകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തേർഡ് സ്റ്റേറ്റ്മെന്റ്. ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ മാത്രമേ എനിക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ആ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ മാത്രമേ ഒന്നാമത്തതും രണ്ടാമത്തതും ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പ്രോപ്പർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. എക്സാമിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് വായിക്കുകയാണ്. വിടവാങ്ങൽ വാസ് ദ ഫസ്റ്റ് പ്രസന്റഡ് അറ്റ് സാഹിത്യ പരിഷത്ത് കോൺഫറൻസ് ഹെൽഡ് ഇൻ കാസർഗോഡ് ഇൻ ദ ഇയർ ഓഫ് 1908. 1908 എന്ന് പറയുന്ന വർഷം ഞാൻ അവിടെ നോട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ എനിക്കറിയാം ടി ഉബൈദ് എന്ന് പറഞ്ഞ കവി 1900 ജനിച്ചത്, അല്ലെങ്കിൽ 1900-ങ്ങളിൽ 1900-ന്റെ ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ ജനിച്ചൊരു വ്യക്തി മാത്രമാണ്. പുള്ളി ഒത്തിരി ഏജ് ഉള്ള ഒരാളല്ല. അതെനിക്ക് മനസ്സിലാവും. അതെനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്ത് ചെയ്യുവാണ്, തെറ്റാണെന്ന് മാർക്ക് ചെയ്യുവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുകളിലോട്ട് പോകേണ്ട ഒരൊറ്റ കാര്യമില്ല. എന്റെ ഓപ്ഷൻസ് ബി തെറ്റാണ്, എന്റെ ഓപ്ഷൻ ഡി തെറ്റാണ്, എന്റെ ഓപ്ഷൻ സിയും തെറ്റാണ്. ഒരേ ഒരു സാധ്യതയുള്ള ഒരൊറ്റ ഉത്തരം ഇവിടെ ഉള്ളൂ, എ ആണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓൾസോ എ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറേഞ്ച് ദ ഫോളോയിങ് റിനൈസൻസ് ലീഡേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇയർ ഓഫ് ബർത്ത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, പി പൽപ്പു. ഇവരുടെ പേരുകളാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എയില് വക്കം മൗലവിയാണ് ആദ്യം വന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ബിയില് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആദ്യം വന്നതെന്ന് പറയുന്നു. സിയില് ചട്ടമ്പി സ്വാമിയാണ് ആദ്യം വന്നതെന്ന് പറയുന്നു. ഡിയിൽ വീണ്ടും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആദ്യം വന്നതെന്ന് പറയുന്നു. അപ്പം ഈ പേരുകൾ നോക്കാം. ഒരുപാട് കൺഫ്യൂഷൻ ആക്കി അവിടെ നിൽക്കേണ്ട. നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ഈ പേരുകൾ നോക്കിയതിനു ശേഷം അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യകാല സമരങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? അച്ചിപ്പുടവ ആവട്ടെ, മുക്കുത്തി ആവട്ടെ, ഇതിലൊക്കെ ആരുടെ പേര് വന്നിട്ടുണ്ട്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പുള്ളി വളരെ പഴയൊരു റിനൈസൻസ് ലീഡർ ആണ്. അപ്പം ആളായിരിക്കാം ആദ്യം ജനിച്ചിട്ടുണ്ടാവുക. വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ചിരുന്ന ഒത്തിരി ധീരനായൊരു റിനൈസൻസ് ലീഡർ ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യാണ്. എത്രാമതാണ്? ഒന്നാമതാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് വരുന്നത് എത്ര പേരേ ഉള്ളൂ? ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മറ്റേത് രണ്ടും പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇനി അടുത്തത് വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, പി പൽപ്പു. ഇതില് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും കാലഗണനകൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, ഇങ്ങനെയുള്ളവർ വരുന്നത് വക്കം മൗലവിക്കും പി പൽപ്പുവിനും മുന്നേ ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും, ഏകദേശം അറിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പൽപ്പു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ മാത്രമാണ്. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന് ഏകദേശം സമകാലികനായിരുന്ന ആളാണ് അല്ലെ. അപ്പം എന്തായാലും പൽപ്പുവിന് മുന്നേ ആര് വരും? ചട്ടമ്പി സ്വാമികൾ വരും. ആ ഒരു രീതിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരാം? ഈ ഓപ്ഷനിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. മനസ്സിലായോ? അതായത് പൽപ്പു ആര് മാത്രമാണെന്ന് നമുക്കറിയാം. പൽപ്പുവിന്റെ വർഷം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ പൽപ്പു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് നമുക്കറിയാം, ഡോക്ടർ പി പൽപ്പു. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏകദേശം സമകാലികനായിരുന്നു എന്ന് നമുക്കറിയാം. ഇവർ രണ്ടുപേരുടെയും കാലഗണന നമുക്കൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ആറാട്ടുപുഴ വേലായുധം കഴിഞ്ഞിട്ട് ആര് വരുന്നു? ചട്ടമ്പി സ്വാമികൾ വരുന്നു, പിന്നെ പി പൽപ്പു വരുന്നു. ഈ ഒരു ഓർഡർ വരുന്ന ഒരൊറ്റ ഓപ്ഷനാണ് നമുക്ക് അവിടെ ഉള്ളൂ. അതാണ് ബി ആണ് ഓപ്ഷൻ.
ഈ ഒരു ഇതിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർഷിപ്പ് സെന്റേഴ്സ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്, അസോസിയേറ്റഡ് എന്നുള്ളതല്ല വാക്ക്, നോട്ട് അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം. ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നോട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻകറക്റ്റ് ആണോ ചോദിക്കുന്നത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകണം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നോക്കി ആൻസേഴ്സ് നോക്കി. കിളിരൂർ ഭഗവതി ടെമ്പിൾ, കൂടൽമാണിക്യം ടെമ്പിൾ, ഭരണിക്കാവ് ടെമ്പിൾ, ശബരിമല ടെമ്പിൾ. നമുക്ക് ഇതില് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള അനാലിസിസിനപ്പുറം ഒരു ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററിക്കൽ അനാലിസിസ് ആണ്. അതിനൊരു ഒരു ചെറിയൊരു ബോധം മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. അത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു അറിവില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ശബരിമല ഒരു ബുദ്ധിസ്റ്റ് ഷ്രൈൻ ആയിരുന്നു എന്ന് ഹിസ്റ്ററിക്കലി ക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ശാസ്താവ് എന്ന് പറയുന്നത് ശാസ്ത്ര സങ്കല്പങ്ങൾ എപ്പോഴും തന്നെ ഒരു ബുദ്ധിസവുമായി അടുത്ത് വരുന്ന, അല്ലെങ്കിൽ നേരത്തെ ബുദ്ധിസ്റ്റ് ഷ്രൈൻസ് ആയിരുന്ന എന്നാൽ ഇന്നും ഹിന്ദുമത വിശ്വാസികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ദൈവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കരിമാടിക്കുട്ടനാവട്ടെ. അപ്പം അത് ഒരു ബുദ്ധിസ്റ്റ് സങ്കല്പത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ് എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഭഗവതി, കാവ് എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ അടുത്ത് വരുന്ന, സങ്കല്പങ്ങളോട് ചേർന്ന് വരുന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ടെമ്പിൾസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പറഞ്ഞു വെക്കുന്നുണ്ട്. അവ പണ്ട് കാലത്ത് ബുദ്ധിസവുമായി അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സങ്കല്പങ്ങളുമായി അടുത്ത് നിന്നിരുന്ന ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയും കിളിരൂർ ഭഗവതി ക്ഷേത്രവും, ഭഗവതി അതുപോലെ കാവിന് വാക്ക് വരുന്ന ഭരണിക്കാവ് ടെമ്പിളും ഇതിന്റെ അകത്ത് നിന്ന് ഒഴിവാവുകയും നമുക്ക് ആൻസർ ആയിട്ട് ആര് കിട്ടുകയും ചെയ്യും? കൂടൽമാണിക്യ ക്ഷേത്രം കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ വാസ് റിലേറ്റഡ് ടു. പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായിട്ട് റിലേറ്റഡ് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ അല്ലേ ഉത്തരം? അതിന് നമുക്ക് ഇങ്ങനെ ഒരുപാട് രീതിയിലൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്? ലാൻഡ് റിഫോംസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന പണ്ടാരം വക ഭൂമികൾ എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത് പണ്ടാരം വക എന്ന് പറയുന്ന ഭൂമിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആവാൻ സാധ്യതയില്ല, ടെമ്പിൾ എൻട്രി ആവാൻ സാധ്യതയില്ല, വുമൻസ് റൈറ്റ് ആവാൻ സാധ്യതയില്ല. പണ്ടാരപ്പാട്ടം ലാൻഡ് റിഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത്, ദ ലിബറേഷൻ സ്ട്രഗിൾ ഇൻ കേരള വാസ് റെസ്പോൺസ് ടു. വിമോചന സമരം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി കാസ്റ്റ് ലെജിസ്ലേഷൻ. ഇത് ഏത് സമയത്താണ് വന്നത്? ലിബറേഷൻ സ്ട്രഗിൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമാണ് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കുന്നത്. MS നമ്പൂതിരിപ്പാടിന്റെ സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭ വന്ന സമയത്ത്. അന്നൊരു ആന്റി കാസ്റ്റ് ലെജിസ്ലേഷൻ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാം. ഗവൺമെന്റ് കൺട്രോൾ ഓവർ ടെമ്പിൾസ്, പെട്ടെന്ന് അങ്ങനെ ഒരു നയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതുമില്ല. ആന്റി സൂപ്പർസ്റ്റിഷ്യൻ ലെജിസ്ലേഷൻ സംഭവിച്ചിട്ടില്ല. ആകെ ഇവിടെ അന്ന് അവര് സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ലാൻഡ് റിഫോംസ് ആണ് അന്നത്തെ ഫസ്റ്റ് ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നാണ്, അതിനെതിരെയാണ് ലിബറേഷൻ സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ലാൻഡ് റിഫോംസ് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് റിച്ചർഡ് ഓഫ് ദ എർത്ത്? ദ റിച്ചർഡ് ഓഫ് ദ എർത്ത്. ഈ പുസ്തകത്തെ കുറിച്ചും അധികമൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഉത്തരം എഴുതാം എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്കൊന്ന് നോക്കാം, ഈ ആൻസറിലേക്കൊന്ന് നോക്കാം. ഒരു നമുക്ക് ചോദ്യം കാണുമ്പോൾ ഉത്തരം നിങ്ങൾ നോക്കി, അതിൽ എയും ബിയും ഓപ്ഷൻ നോക്കി, ഒരേപോലത്തെ വാക്ക് വെച്ചിട്ടുണ്ട് അല്ലെ. ഫ്രാൻസ് ഫാനോനും ഫ്രാൻസ് കാഫ്കയും. അപ്പം ഇതിൽ ആരെങ്കിലും ഒരാളെ കുറിച്ചെങ്കിലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ ഉത്തരം എഴുതാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. കാരണം ഈ ഫ്രാൻസ് ഫാനോനെ കുറിച്ച് നമുക്ക് അറിയാനുള്ള സാധ്യതയും കുറച്ച് കുറവാണ്. കാരണം പുള്ളി അത്ര ഫേമസ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു, പുള്ളി ഫേമസ് ആയിരുന്നു. പക്ഷെ കാഫ്കയുടെ അത്ര ഫേമസ് ആയിരുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി കാഫ്ക ആരായിരുന്നു? കാഫ്കയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പുള്ളി 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിക്ഷൻസ് ഒക്കെ എഴുതുമായിരുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? കാഫ്ക എന്ന് പറയുന്നത്. ഈ
എക്സിസ്റ്റൻഷ്യൽ ഫിക്ഷൻ മോഡൽ ഒരു ഫിക്ഷൻ ആണല്ലോ, അത് ഫിക്ഷൻ ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. കാഫ്ക ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പുസ്തകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്കൽ തിയറി ബുക്കാണ് റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്. അപ്പോ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അറിയാൻ സാധ്യതയുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിയാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. കാഫ്ക ഒരു പൊയറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുപോലെ ഫ്രാൻസ് ഫാനോനും ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ഏകദേശം ഒരുപോലെയുള്ള രണ്ട് വാക്കുകൾ അവിടെ നിൽക്കുന്നു. ഏകദേശം ഒരുപോലെയുള്ള രണ്ട് വാക്കുകൾ നിൽക്കുന്നു. അപ്പൊ ഇവരിൽ നാവ ഉത്തരം എഴുതാൻ വരാൻ സാധ്യതയുള്ളത്. ആൻഡ് കാഫ്ക എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഒരു പൊയറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്ഷൻ ടൈപ്പ് പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്. കാഫ്ക ആവാൻ സാധ്യതയില്ല. റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തിയറി പുസ്തകത്തിൽ വരുന്നതാണ്. അത് മേ ബി അങ്ങനെ ഒരാള് ഇതുപോലത്തെ ഒരേപോലത്തെ പേര് വന്നുകൊണ്ട് മാത്രം ഫാനൂനാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഫ്രാൻസ് ഫാനൂനാണ് കേട്ടോ. അപ്പം ഈ ഒരേപോലത്തെ വാക്കുകൾ അവിടെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് ഒരു ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്രാൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് നെയിം മാത്രമാണ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അഥവാ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫസ്റ്റ് നെയിം മാത്രമാണ് അറിയാമെന്നുണ്ടെങ്കിൽ, ഈ ഫാനൂൻ എന്നും കാഫ്ക എന്നും പറയുന്ന രണ്ട് സെക്കൻഡ് നെയിംസിൽ അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരേപോലത്തെ ഒരു ഓപ്ഷൻസ് വെച്ചിരിക്കുന്ന. ആ ട്രാപ്പിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇനി ഇന്ത്യസ് ലുക്കീസ്റ്റ് പോളിസി വാസ് എനൻസിയേറ്റഡ് ബൈ. എനൻസിയേറ്റഡിന്റെ മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം എനൻസിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറിജിനേറ്റഡ് എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ആരായിരിക്കാം ലുക്കീസ്റ്റ് പോളിസി എനൻസിയേറ്റ് ചെയ്തത്? നരസിംഹറാവു ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി അതിനെ എന്ത് ചെയ്യുന്നതാണ്, എൻഹാൻസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉത്തരം ആരാണ്? നരസിംഹ റാവു എന്നുള്ള പുള്ളിയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനത്തെ, ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ദ ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ടു. ഇതിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ബ്രിട്ടൻ വുഡ് ഏത് സമയത്താണ് വരുന്നത്? ബ്രിട്ടൻ വുഡ്സ് 1944 വരുന്നത്. 1944 വരുന്ന ബ്രിട്ടൻ വുഡ്സിന് സൈബർ ടെററിസം പ്രിവെന്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. 1995 നമുക്ക് ഇന്റർനെറ്റ് പോലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പൊ 1944 സൈബർ ടെററിസത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട പോലും കാര്യമില്ല. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന്റെ കാര്യം നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ കാര്യമായിട്ട്? ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പൊ അതും ഇല്ല. പിന്നെ സപ്പോർട്ട് ഡെമോക്രസി ഇൻ ദ തേർഡ് വേൾഡ് ആൻഡ് പ്രിസർവ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിൽ പിന്നെ വന്ന് നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് അറിയുന്ന രണ്ട് വ്യക്തികൾക്ക്, വേൾഡ് ബാങ്കും IMF ആണെന്ന് അറിയുന്ന ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ഏതെന്ന് എഴുതാൻ പറ്റും? സി ആണെന്നുള്ളത് എഴുതാൻ പറ്റും അല്ലെ? പ്രിസർവ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പം ഇന്ന് ആൻസർ 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് അധികം ലോജിക്കൽ സോൾവിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടായില്ല. നമുക്ക് ഏകദേശം വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെറ്റില് നമുക്ക് കുറച്ചും കൂടിയും എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഉത്തരം എഴുതാൻ കഴിയില്ല, ഒരു വ്യക്തിക്ക് ഒരു ഉത്തരം എഴുതാൻ കഴിയില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൽ നോക്കുന്നത്. അപ്പം ഈ 20 ക്വസ്റ്റ്യൻസും നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ട്, മേ ബി ഒട്ടും പറ്റാതെ വരുന്ന ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചിലപ്പോൾ പറ്റാതെ വരുന്നിട്ടുണ്ടാവുക. അപ്പം 20 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് പറ്റാതെ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് 100 ക്വസ്റ്റ്യൻസിൽ മാക്സിമം പറ്റാതെ വരുന്ന ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസാ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പോലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പം ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാഫ്കയുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ അറിയാതെ വരാൻ സാധ്യതയുണ്ട്, എന്നാൽ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉബൈദിന്റെ ക്വസ്റ്റ്യൻ, പുള്ളി ജനിച്ച വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും അറിയിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നേനെ. പക്ഷേ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആവട്ടെ, അതിനുശേഷം ഉണ്ടായിരുന്ന ഈ 10 ക്വസ്റ്റ്യൻ ആവട്ടെ, അതിൽ മാക്സിമം നമുക്ക് 2 ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാവുന്നതായിരുന്നു. ഓ താങ്ക് യു.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെറ്റുമായിട്ട് ഉടനെ കാണാം. കഴിയുന്നുണ്ടെങ്കിൽ നാളെ തന്നെ.